ഈ പ്രാവ് വളർത്തലിൽ ഒരുപാട് കഷ്ടതകൾ. എൻ്റെ വീട്ടിൽ മരണം നടക്കുന്നതൊക്കെ പ്രാവ് വളർത്തുന്നത് കൊണ്ടാണ്, മറ്റു ദുരിതങ്ങളൊക്കെ വരുന്നത് പ്രാവ് വളർത്തുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇതിലൊന്നിലും ഞാൻ തളർന്നില്ല. പക്ഷെ അവസാനത്ത് എൻ്റെ പപ്പയ്ക്കും അതിലൊരു ചെറിയ വിശ്വാസമാണ്. അപ്പോഴെൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായി. അപ്പോഴവരുടെ അടുത്ത് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു എൻ്റെ പപ്പയെ. പപ്പ, പ്രാവിനെ മോശമെന്ന് പറയുന്നു. യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാൻ്റെ കൂടെ യേശുക്രിസ്തു സ്നാനം ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിൽ പ്രസാദിച്ചു. അപ്പോൾ ആ പ്രാവ് എങ്ങനെ ദോഷമാണ്? അതുപോലെ വീട് കുറുകിപ്പോകും എന്ന് പറയുന്നു. ഒരു 10 ചതുരം വീട് വെച്ചിട്ട് 2 കൊല്ലം പ്രാവ് വളർത്തിയിട്ട് ആ വീട് അളന്ന് നോക്കിയാൽ 9.5 ചതുരമാവും. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പ്രാവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്, പരിശുദ്ധാത്മാവാണ്. കയ്പില്ലാത്ത ഒരു പക്ഷിയാണ് പ്രാവ്. പ്രാവ് ചത്ത പുഴുക്കില്ല. കുക്കറയിൽ ആഹാരം വരെ ഇരിക്കുമെങ്കിൽ പുഴുക്കും. അപ്പോൾ അത് ഞാൻ